നമ്മുടെ പ്രസംഗമൊക്കെ എപ്പോഴും നമുക്ക് കൊള്ളാം. പണ്ടും പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, ഗരീബി ഹടാവോ, ബേക്കരി ഹടാവോ, എന്തെല്ലാം പ്രസംഗം ഉണ്ടായിരുന്നു. നെഹ്റുവിൻ സോഷ്യലിസം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അവിടുന്നാണ് പിന്നെ നരസിംഹറാവുവിനെ നമ്മൾ കണ്ടത്, മൻമോഹൻ സിംഗിനെ നമ്മൾ കണ്ടത്, ഇന്ത്യ രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടത്, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസിനോടുള്ള ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ BJP രക്ഷപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി OBC ആണ്, വളരെ നന്നായിരിക്കുന്നു. കേരളത്തിലെ EMS ആണ് ആദ്യത്തെ മുഖ്യമന്ത്രിയായത്. EMSന്റെ ജാതി ഞാൻ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം ജാതിയെ ഉപേക്ഷിച്ച ആളാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അതുകൊണ്ട് വിശ്വഗുരുവിൻ്റെ ആ നെഞ്ചളമൊക്കെ അങ്ങ് പോയിരിക്കുകയാണ്, പഴയ മോദിയല്ല. കേരളത്തിലെ LDF ചെയ്യുന്ന വിമാനത്താവളം വിൽക്കലല്ല, തുറമുഖം വിൽക്കലല്ല, ഇവിടുത്തെ പൊതുമേഖല വിൽക്കലല്ല. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കില്ല. അപ്പോൾ എന്താ പ്രത്യേകത? കേരളം ഒരു മാതൃകയാണ്. അഡാനിക്ക് വിഴിഞ്ഞം പോർട്ട് കൊടുത്തത് BJP ആണോ? അഡാനിക്ക് വിഴിഞ്ഞം പോർട്ട് കൊണ്ടുപോയി കൊടുത്തത് ഞങ്ങളാണോ? അതിൽ അഴിമതി ഉണ്ടെന്ന് ആക്ഷേപിച്ച് അനിൽകുമാറിന്റെ പാർട്ടിയല്ലേ അപ്പുറത്തിരിക്കുന്നത്? ഇപ്പൊ അതേ അഡാനിയുടെ ചിത്രമുള്ള ബലൂൺ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ആരാ? അഡാനിയുടെ ഫ്ലൈറ്റിൽ കയറി നരേന്ദ്രമോദി വന്നു എന്ന് അനിൽകുമാർ വിമർശിക്കുന്നുണ്ടല്ലോ. അദാനിയുടെ ചിത്രമുള്ള ബലൂൺ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിവിട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ പിതാശ്രീ ഞാനാണ് എന്ന് അവകാശപ്പെട്ടത് നമ്മുടെ K. ദാസനല്ലേ? എനിക്കറിയില്ല. അപ്പൊ ആ K. ദാസൻ ഇതൊക്കെ അവകാശപ്പെടുന്ന സമയത്ത് അദാനി മാന്യൻ, അദാനി കുഴപ്പമില്ലാത്തവൻ. അപ്പൊ വിഴിഞ്ഞത്തിറക്കിയത് നല്ല സംഖ്യയും അല്ലെങ്കിൽ നല്ല കോർപ്പറേറ്റും, വിഴിഞ്ഞത്ത് അല്ലാതെ തിരുവനന്തപുരം എയർപോർട്ട് എടുത്ത് അദാനി മോശം കോർപ്പറേറ്റ് ആവുന്നത് എങ്ങനെയാണ്? UPA സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ 10 ബജറ്റ് അവതരിപ്പിച്ചില്ലേ? അക്കാലത്ത് ചിദംബരത്തിനൊപ്പം ചിദംബരം ചെട്ടിയാരുടെ കൂടെ ഈ ബജറ്റ് തയ്യാറാക്കിയതിൽ എത്ര SC ഉണ്ടായിരുന്നു, എത്ര OBC ഉണ്ടായിരുന്നു? ആ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്. അതൊന്നും എനിക്കറിയാൻ മേല. വേണ്ട, നിങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജാതിയുടെ കണക്ക് വിട്. ഞങ്ങൾ പ്രധാനമന്ത്രി OBC വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. നിങ്ങൾ അഞ്ജയ്യയെ പോലെ ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ അവഹേളിച്ച് പുറത്താക്കിയിട്ടുണ്ട്. PV നരസിംഹറാവുവിനെ പോലെ ദക്ഷിണേന്ത്യക്കാരനെ നിങ്ങൾ അവഹേളിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഇത് സംസ്ഥാനങ്ങൾ നടത്താൻ കഴിയുന്ന കാര്യമാണല്ലോ, എന്തേ നടത്താത്തത്? നിങ്ങൾ 60 കൊല്ലം രാജ്യം ഭരിച്ചല്ലോ, എന്തേ നടത്താതിരുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പാചകമടിക്ക് അഭിലാഷിനെ പോലുള്ള ആളുകളുടെ കയ്യടിക്ക് വേണ്ടി, ലെഫ്റ്റ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കയ്യടിക്ക് വേണ്ടി, ഗീർവാണ പ്രസംഗം കേട്ടാൽ കോൾമയർ കൊള്ളുന്ന വിദ്യാസുരന്മാരുടെ കയ്യടിക്ക് പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവെന്ന ഭരണഘടനാ പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തെ അവഹേളിക്കുകയാണ്. ലജ്ജാകരമാണ്, ജുഗുപ്സാവഹമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന കയ്യടി നമുക്ക് കൗണ്ട് ചെയ്യാം, അപ്പുറത്ത് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന കയ്യടിയും കൗണ്ട് ചെയ്യാം. നോക്കാം എന്ത് സംഭവിക്കും.